ഇനി പുൽക്കുട്ടി കുറച്ച് പഴയ പ്രോപ്സ് വയ്ക്കാനായിട്ട് ഞാൻ അതേ കൊച്ചിൻ്റെ കൊഴിഞ്ഞ പാൽക്കുപ്പിയുടെ കുറച്ച് സ്പൂൺസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സ്പൂൺസിൻ്റെ എഡ്ജെല്ലാം കട്ട് ചെയ്തതിന് അതേ പേപ്പർ ടൈപ്പ് ഒട്ടിച്ച് അതിൻ്റെ എഡ്ജിൽ ഒരു നൂല് വെച്ചിട്ട് ഒട്ടിച്ചൊരു തിക്നെസ് ഉണ്ടാക്കി ഒരു വക്ക് പോലെ ആക്കി അതിനകത്ത് പെയിൻറ്റ് ചെയ്ത് റെസിന് ഒഴിച്ച് സെറ്റാക്കി അതിനകത്തൊരു സ്പൂണും ഇട്ട് ഏറെക്കുറെ ഈ അവസ്ഥയാക്കി വെച്ചിട്ടുണ്ട്. തണുപ്പുള്ള രാത്രിയിലെ ആഘോഷരാവായതുകൊണ്ട് നമ്മൾ ക്യാമ്പ് ഫയറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിനുവേണ്ടി ഞാൻ ഡോൾറാമിൽ നിന്ന് മേടിച്ച് ഈ ക്യാൻഡിൽ ലൈറ്റ് പോലത്തെ ഈ ലൈറ്റിന് മേളിൽ കുറേ ചുള്ളിക്കം പൊട്ടിച്ച് ചെറിയൊരു ക്യാമ്പ് ഫയറും കൂടെ സെറ്റ് ചെയ്യാം. എല്ലാം കത്തിവെച്ചിട്ടെ. അപ്പോൾ ഇപ്പോൾ കൂടുതൽ ലൈറ്റ് ചെയ്യാണ്ട് നമ്മൾ 2 സെറ്റ് ലൈറ്റ് മേടിച്ചിട്ടുണ്ട്. ഒരെണ്ണം നമുക്ക് ഇവിടെ ഫിക്സ് ചെയ്യാം. അടുത്തത് ഇവിടെ പ്രകാശം പരക്കട്ടെ. പിന്നെ ഈ പുൽക്കൂടിൻ്റെ കോമ്പോസിഷനകത്ത് ഒരു സൈഡിൽ ഹൈറ്റ് അല്പം കൂടുതലാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് കരുതി ഞാനവിടെ ഒരു മരം ഫിക്സ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഡോൾറാമിൽ നിന്ന് മേടിച്ച കുറച്ച് പ്ലാസ്റ്റിക് ഇലകൾ ഞാൻ ആക്ച്വലി വെട്ടിയെടുത്ത് ചെറിയൊരു കൊമ്പിനകത്ത് ഒട്ടിച്ചേർത്ത് ഒരു ചെറിയ മരത്തിൻ്റെ ഫീൽ പോലെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചോട്ടി കുറച്ച് പച്ചപ്പിട്ടായിട്ട് 1-2 ചെടികളും അതിൻ്റെ ഇടത്തെ സൈഡിൽ വേറെ 1-2 ചെടികളും ഫിക്സ് ചെയ്ത് ഏറെക്കുറെ ഒരു ലാൻഡ്സ്കേപ്പ് ഫീൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഈ വാതിൽ തുറക്കുമ്പോൾ വേറെ ലോകത്തേക്ക് തുറക്കുന്ന ഒരു പോർട്ടൽ പോലെ ഫീൽ ചെയ്യുന്നതാണ്. അത് ഒഴിവാക്കാനായിട്ട് ഞാനവിടെ ഒരു അറ്റാച്ച്മെൻറ്റ് കൊടുക്കാൻ തീരുമാനിച്ചു. ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ആരാഗ്രഹിക്കാത്തത്. ഓക്കെ, പണി ഏർപ്പെടുത്തി തീർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് നമുക്ക് സെറ്റാക്കാം.